നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. തെക്കേക്കര മാളിയേക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ 48 വയസ്സുള്ള ജൂലിയാണ് ഷോക്കേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്കേറ്റെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കേച്ചേരിയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ അനുസരണക്കേട്. എഴുത്തുപുരയ്ക്കൽ ഗംഗപ്രസാദ് എന്ന കൊമ്പനാണ് അനുസരണക്കേട് കാട്ടി ആശങ്ക സൃഷ്ടിച്ചത്. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ ആയുർവേദ കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്കേറ്റെങ്കിലും രക്ഷപ്പെട്ടു. കുണ്ടന്നൂർ തെക്കേക്കര മാളിയേക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ 48 വയസ്സുള്ള ജൂലിയാണ് ഷോക്കേറ്റ് മരിച്ചത്. ബെന്നിക്ക് ഷോക്കേറ്റെങ്കിലും അപകടനില തരണം ചെയ്തു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ പെറുക്കുവാനായി പോയതായിരുന്നു 2 പേരും. പറമ്പിലെ മോട്ടോർ പുരയിലേക്ക് പോയിരുന്ന വൈദ്യുതി ലൈൻ പൊട്ടിവീണ് കിടന്നിരുന്നു. ഇതിൽ നിന്നാണ് ജൂലിക്ക് ഷോക്കേറ്റത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബെന്നിക്കും ഷോക്കേറ്റുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ജൂലിയെ ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു തെങ്ങ് വീണിട്ട് പോസ്റ്റം കിടന്നിരുന്നു. അത് ഇവർ കണ്ടിട്ടില്ല. അത് കാണാണ്ട് ആൾ തേങ്ങ പറിക്കാൻ പോയി. ആ തെങ്ങ് വീണപ്പോൾ ഒരു കമ്പി പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. ആ കമ്പി കൂടെ വൈദ്യുതി വന്നിരുന്നു. ആളറിയാണ്ട് കമ്പിയെ തട്ടി വീണു. അങ്ങനെ സംഭവം ഉണ്ട്. അങ്ങനെ ഓടിയ ഭർത്താവ് അവിടുന്ന് ആളെ കാണാണ്ട് ഇപ്പോൾ തിരഞ്ഞു വന്നതാണ്. അപ്പോൾ ആൾ ഇവിടെ വീണ് കിടക്കുക. അങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തുമ്പോഴേക്കും മരിച്ചു. കേച്ചേരിയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ അനുസരണക്കേട്. എഴുത്തുപുരയ്ക്കൽ ഗംഗപ്രസാദ് എന്ന കൊമ്പനാണ് അനുസരണക്കേട് കാട്ടി ആശങ്ക സൃഷ്ടിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ആനയെ സ്ഥിരമായി കെട്ടാറുള്ള പറമ്പിൽ നിന്നും രാവിലെ നടത്താൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നതിനിടെയാണ് ആന അനുസരണക്കേട് കാട്ടിയത്. പറമ്പിലേക്ക് കയറാൻ വിസമ്മതിച്ച കൊമ്പൻ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിലെത്തി നിലയുറപ്പിച്ചതോടെ ഈ പാതയിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. എരനെല്ലൂർ മൂരിയാംകുളം പരിസരത്തു നിന്നും ആന സംസ്ഥാന പാതയിലൂടെ കുന്നംകുളം ഭാഗത്തേക്ക് വന്ന് ബാർ ഹോട്ടലിന് സമീപത്തുള്ള റോഡിലൂടെ എരനെല്ലൂർ പള്ളിനട റോഡിലേക്ക് പ്രവേശിച്ചു. പിന്നീട് പള്ളിയുടെ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിൽ കയറി നിലയുറപ്പിച്ചു. തുടർന്ന് ആനയുടെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും ചേർന്ന് ഭക്ഷണം കൊടുത്ത് അനുനയിപ്പിച്ചാണ് ആനയെ തളച്ചത്. ഏകദേശം 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചതോടെയാണ് പ്രദേശവാസികളുടെ ആശങ്ക ഒഴിഞ്ഞത്. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ ആയുർവേദ കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 അപകടം. പുറ്റൂരിൽ നിന്നും കോട്ടപ്പുറം വഴി വരികയായിരുന്ന കാർ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലേക്ക് കയറുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള SNA ആയുർവേദ കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആയുർവേദ കടയിൽ മരുന്ന് വാങ്ങാനെത്തിയ കോട്ടപ്പുറം ശങ്കരപുരത്ത് സുധീർ, കടയുടമ മുണ്ടത്തിക്കോട് മേലേതിൽ സുരേന്ദ്രൻ, ജീവനക്കാരൻ പുതുരുത്തി വടക്കേക്കര ദിവാകരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ സുധീറിനാണ് സാരമായി പരിക്കേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാർ കാർ തള്ളി നീക്കിയാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത്. ഇവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് കൂടല്ലൂർ സ്വദേശി കുളങ്ങര മൂത്തേടത്ത് പ്രേമലതയാണ് കാർ ഓടിച്ചിരുന്നത്. ഇവരും ഭർത്താവുമാണ് കാറിലുണ്ടായിരുന്നത്. ഇവർക്ക് പരിക്കില്ല. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വേലൂർ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മാണത്തിൽ MLAയും ഭരണസമിതിയും ജനങ്ങളെ വഞ്ചിച്ചെന്നും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസ് മെമ്പർമാരും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 കോടി രൂപ ചെലവ് വരുന്ന കെട്ടിടം നിർമ്മിക്കുന്നതിന് മുഴുവൻ ഫണ്ടും MLA AC മൊയ്തീൻ നൽകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ തനതു ഫണ്ടിൽ നിന്ന് ആദ്യ ഗഡുവായി 80 ലക്ഷം തന്നെങ്കിലും കരിയന്നൂർ കേസിൽ പ്രതിയായതോടെ ബാക്കിയുള്ള ഫണ്ട് നൽകിയില്ല. ഇതോടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചു. വാടക കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയതിനാൽ തനതു ഫണ്ടിൽ നിന്ന് പഞ്ചായത്ത് 25 ലക്ഷം രൂപ വാടക നൽകേണ്ടി വന്നു.
വാർഡുകളിലെ വികസന പ്രവർത്തനത്തിനായി നീക്കിവെച്ച പഞ്ചായത്ത് തനതു ഫണ്ടിൽ നിന്നും 3,30,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതോടെ ഭൂരിഭാഗം വാർഡുകളിലെയും കുടിവെള്ള പദ്ധതികളുടെയും റോഡുകളുടെയും ലൈഫ് പദ്ധതിയിലെ വീടുകളുടെയും നിർമ്മാണം നിലച്ചു. വേളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാധാരണ ജനങ്ങൾക്ക് ചെലവഴിക്കേണ്ട തനതു ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചിട്ടാണ് ആ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 3,20-25 ലക്ഷത്തോളം രൂപ തനതു ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. അതിന്റെ ഫലമായി വേലൂർ ഗ്രാമപഞ്ചായത്തിൽ എന്ത് സംഭവിച്ചു? ഒരുപാട് റോഡുകൾ പണി പൂർത്തിയാകാതെ കിടക്കുന്നു, അനുവദിച്ച വീടുകൾ പൂർത്തീകരിക്കാതെ കിടക്കുന്നു. ഡ്രീം പ്രൊജക്ടുകളായിരുന്ന കിടായിപ്പാടം പദ്ധതി, ജലജീവൻ മിഷന്റെ റോഡ് നവീകരണം, പണി കഴിഞ്ഞ് പൂർത്തീകരിച്ച് നവീകരിക്കാനുള്ള റോഡുകൾ, ഇതെല്ലാം പണി ബന്ധായി കിടക്കുകയാണ്. ജൽജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ CPM ഭരിക്കുന്ന വാർഡുകളിലേക്ക് MLA ഫണ്ടും ജില്ലാ ബ്ലോക്ക് ഫണ്ടുകളും അനുവദിച്ച് പ്രതിപക്ഷ വാർഡുകളെ അവഗണിച്ചു. കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി നികുതി 8% നിന്നും 10% ഉയർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു. ഇതിനെതിരെ നടന്ന പ്രതിപക്ഷ സമരങ്ങളെ ഭരണസമിതി കണ്ടില്ലെന്ന് നടിച്ചു. മുഴുവൻ ഫണ്ട് തരാമെന്ന് വാഗ്ദാനം നൽകി വഞ്ചിച്ച MLAയ്ക്കും ഫണ്ട് അനുവദിക്കാതിരുന്ന വകുപ്പ് മന്ത്രിക്കും വേലൂരിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യതയില്ല എന്നും കോൺഗ്രസ് ആരോപിച്ചു. 4.5 വർഷം പൂർത്തിയായിട്ടാണ് ഈ ഓഗസ്റ്റ് 9 അതിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നത്. ഇപ്പോ പറഞ്ഞതുപോലെ ഇവിടെ പ്രസിഡന്റ് പത്രസമ്മേളനം വിളിച്ചപ്പോ 4 കോടി പറഞ്ഞു. ഇവിടെ നോട്ടീസിൽ 3,25,00,000 രൂപ പറഞ്ഞു. നമുക്കറിയാം 1,20,00,000 ആദ്യഘട്ടം, പിന്നീട് 50 ലക്ഷം, പിന്നീട് 50 ലക്ഷം, പിന്നെ ബാക്കി വരുന്ന ഫണ്ടും എല്ലാ ഫണ്ടും തനതു ഫണ്ടിൽ നിന്നാണ് എടുത്തിട്ട് ചെലവാക്കിയത്. എരുമപ്പെട്ടി നെല്ലുവായിൽ വീട് ജപ്തി ചെയ്ത് കുടുംബത്തെ ഇറക്കി വിടുവാനുള്ള ബാങ്കിന്റെ ശ്രമം CPM നേതാക്കൾ തടഞ്ഞു. മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ജപ്തി നടപടികൾ സ്വീകരിച്ചത്. വീട്ടുകാരെടുത്ത ലോൺ തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായതിനെ തുടർന്നായിരുന്നു ബാങ്കിന്റെ നടപടി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫിന്റെ നേതൃത്വത്തിൽ ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, വാർഡ് മെമ്പർ NP അജയൻ എന്നിവർ ജപ്തി തടയുകയായിരുന്നു. സംഭവ സമയത്ത് ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും ഗർഭിണിയായ മകൾ ഉൾപ്പെടെ 2 പെൺമക്കളും ഇവരുടെ ചെറിയ കുഞ്ഞുങ്ങളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. പോലീസും കോടതിയിൽ നിന്ന് കമ്മീഷനുമായി എത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവരെ വീട്ടിൽ നിന്നിറക്കി വാതിൽ പൂട്ടി സീൽ ചെയ്തു. വിവരമറിഞ്ഞെത്തിയ CPM നേതാക്കൾ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടാകുകയും പൂട്ടു തുറന്ന വീട്ടുകാരെ അകത്തേക്ക് കയറ്റുകയും ചെയ്തു. പിന്നീട് വീട്ടിലെത്തിയ ഗൃഹനാഥനുമായി ചർച്ച നടത്തി വായ്പ തിരിച്ചടയ്ക്കുവാൻ ബാങ്ക് അധികൃതരിൽ നിന്ന് സമയം നീട്ടി വാങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾ മര്യാദ തുറന്നേ, അവൻ വന്നിട്ട് സംസാരിക്കാം. അവൻ വന്നിട്ട് സംസാരിക്കാം. നിങ്ങൾ ഈ സ്ത്രീകളെ പുറത്തിറങ്ങിയിട്ടൊന്നും നിങ്ങളോട് പോവില്ല. ഏത് ഇല്ലാന്ന് പറയില്ല. പക്ഷെ അവൻ വരണവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേ. ഇവർക്കൊരു ബദൽ സംവിധാനം ആക്കിയിട്ട് നിങ്ങൾ പൂട്ടിയിട്ട് പോക്ക്. അവൻ പോവുക. ഇതിന് മറുപടി ആരാ പറയുക? ഇയാളെന്താ ഇയാളോട് ചോദിച്ചാൽ എന്താ പറയാ? ആരോ ഒരാളല്ലല്ലോ, ഈ നാട്ടിന്റെ ഇവിടുത്തെ ജനപ്രതിനിധിയല്ലേ, അവരല്ലല്ലേ ഇടപെടേണ്ടത്. അവരൊന്നും നിങ്ങൾ വിളിച്ചോ? വേറെ നിർവാഹമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആയാലും പൈസ തരുമ്പോൾ ഒരു മാന്യമായ രീതിയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാം. കാരണം ഇപ്പൊ വീടാണല്ലോ, ഇനി വേറെ വേണ്ട പറയണ്ട. അതെ, ഇവരോടും കൂടെ പറയണേ. അപ്പൊ അത് ചെയ്യാൻ പറ്റും, ചെയ്യാം. 30-ാം തീയതി വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 9, 10 തീയതികളിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടായിരിക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ദിവസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി ദിനമായിരിക്കുമെന്നും വോട്ടർ പട്ടിക പുതുക്കാൻ എല്ലാവർക്കും അവസരം ലഭിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യം അറിയിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് വോട്ടർ പട്ടിക പുതുക്കാൻ അവസരം നൽകിയിരിക്കുന്നത്. പുതുക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 12 വരെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഓഗസ്റ്റ് 7 വരെയായിരുന്നു വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി. കൂടുതൽ ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നിലവിലെ വിവരങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും അവസരം നൽകുന്നതിനു വേണ്ടിയാണ് സമയപരിധി നീട്ടിയത്. നേരത്തെ കോൺഗ്രസ് അടക്കം വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി നീട്ടണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഈ വർഷം അവസാനത്തോടെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കുന്നത്. തൃശൂർ ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളത്തെ സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന 69ാമത് തൃശൂർ ജില്ലാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് നിലയിൽ സ്പോർട്സ് ഗ്രിഡ് അക്കാദമി മുന്നിൽ. പാർമേക്കാവ് വിദ്യാമന്ദിർ 2ാമതും തൃശൂർ ആൻഡോസ് അക്കാദമി 3ാം സ്ഥാനത്തുമുണ്ട്.
അണ്ടർ 18 പെൺകുട്ടികളുടെ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ VM അശ്വതി ലോങ് ജമ്പിൽ സ്വർണവും, അണ്ടർ 18 ആൺകുട്ടികളുടെ വിഭാഗം ഡിസ്കസ് ത്രോയിൽ MES അസ്മാബി കോളേജിലെ CS മുഹമ്മദ് നിഷാദ് സ്വർണവും നേടി. ജില്ലയിലെ 90 ക്ലബ്ബുകളിൽ നിന്നും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി 1500 കായിക താരങ്ങളാണ് ജില്ലാ മീറ്റിൽ പങ്കെടുക്കുന്നത്. മിനി, ജൂനിയർ, സീനിയർ മീറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ നടക്കുന്നത്. മീറ്റിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന മികച്ച കായിക താരങ്ങൾക്ക് ഓഗസ്റ്റ് 16 മുതൽ 19 വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ജൂനിയർ മീറ്റിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാം. ഒരുമനയൂർ അംബേദ്കർ ഗ്രാമത്തിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. കുറുപ്പൻ ജാനുവിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തീപിടുത്തം ഉണ്ടായത്. TV ഉൾപ്പെടെയുള്ള വൈദ്യുതോപകരണങ്ങൾ, മറ്റ് ഗൃഹോപകരണങ്ങൾ, വസ്ത്രം, റേഷൻ കാർഡും മറ്റ് രേഖകളും കത്തിനശിച്ചു. ഈ സമയം വീട്ടിൽ ആരുമില്ലാതിരുന്നത് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. വിവരമറിഞ്ഞ് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. നിവേദിത സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട് സന്ദർശിച്ചു. BJP ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് വർഷ മണികണ്ഠൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗണേഷ് ശിവജി, ഒരുമനയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ, സെക്രട്ടറി ഷനിൽ, പ്രവർത്തകരായ മോഹനൻ കൊട്ടാരപ്പാട്ട്, ഹരിദാസ്, അജു എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. CCTV അറിയിപ്പ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് CCTV ദേശഭക്തി സംഘഗാനാലാപനം സംഘടിപ്പിക്കുന്നു. +2 കോളേജ് സ്ഥലങ്ങളിലെ ടീമുകൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 89 43 35 14 00, 89 43 35 14 10 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കഴിഞ്ഞ ദിവസം നിര്യാതയായ CCTV സർവീസ് സെക്ഷൻ ടെക്നീഷ്യൻ AP രാമദാസിന്റെ സഹോദരന്റെ ഭാര്യ ഞാങ്ങാട്ടിരി മാട്ടായ അരിഞ്ഞിൽ പറമ്പിൽ സുനിൽദാസ് ഭാര്യ സുചിത്രയുടെ സംസ്കാരം നടത്തി. 35 വയസ്സായിരുന്നു. രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് തലയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് 2 ആഴ്ചയോളമായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇവർ. സനൈദാസ്, സജയ്ദാസ് എന്നിവർ മക്കളാണ്. വെള്ളിയാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തിതീരത്തായിരുന്നു സംസ്കാരം. CCTVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, ഡയറക്ടർമാരായ ഷാജി V. ജോസ്, V. ശശികുമാർ, മാനേജർ സിൻഡോ ജോസ്, ജോസ് മാളിയേക്കൽ, PS ടോണി, മറ്റു സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ഒരുമനയൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കുടം കമിഴ്ത്തി കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന കുത്തിയിരിപ്പ് സമരം പ്രതിപക്ഷ നേതാവ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ K. ആഷിദ, നഷ്ര മുഹമ്മദ്, ആരിഫ ജുഫൈർ, UDF ഭാരവാഹികളായ ഹമീദ് ഹാജി, നിഷാദ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളത്തിന് പരിഹാരം കാണാത്ത പ്രസിഡന്റിന്റെ ധിക്കാരം അവസാനിപ്പിക്കുക, മഴക്കാലത്ത് പോലും കുടിവെള്ളം നൽകുവാൻ സാധിക്കാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, പഞ്ചായത്തിലെ അധികാരികൾ കണ്ണു തുറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വിഷയത്തിൽ വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി. പഞ്ചായത്തിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 വാർഡുകളിൽ വെള്ളത്തിന് പ്രശ്നമില്ലാത്തൊരു വാർഡ്, അവിടെയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡും. അപ്പോൾ അവിടെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വെള്ളം വരും. ഇവിടെ അതല്ല, ഈ മധ്യഭാഗത്ത് അതുപോലെ തൈക്കടവ്, കുണ്ടേക്കടവ്, ഈ വില്ലേജിന്റെ പരിസരം, ഈ മാങ്ങോട്ട് അമ്പലത്താഴം, അയോധ്യനഗർ എന്നീ ഭാഗങ്ങളിലൊക്കെ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. ഇത് എന്ത് പറഞ്ഞാലും NH ആയിക്കോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടി കരിവന്നൂർ കുടിവെള്ള പദ്ധതി തടഞ്ഞ കേസിൽ പ്രതികളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പ്രസിഡന്റ് ചെയ്യുന്നില്ല. പ്രസിഡന്റിന്റെ രീതിയിൽ പോകാത്തൊരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. 2016 കുടിവെള്ളത്തിന് വേണ്ടി കരിവന്നൂർ കുടിവെള്ള പദ്ധതി തടഞ്ഞ കേസിലെ പ്രതികളാണ് ഞങ്ങൾ. ഇപ്പോൾ ആ കേസായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ കുടിവെള്ളത്തിന്റെ വിഷയത്തിലായിട്ടും ഇവിടുത്തെ ജനങ്ങളെ പ്രശ്നങ്ങൾക്ക് എന്നും തകർച്ചയുടെ വക്കിലെത്തിയ ജീവിതം കെട്ടിപ്പടുക്കാനായി പൂക്കൾ വിൽപ്പന നടത്തുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ദമ്പതികൾ. 12 വർഷത്തോളമായി റാണിയും ഭർത്താവ് ശെൽവരാജും കുന്നംകുളം നഗരമധ്യത്തിൽ പൂക്കൾ വിൽക്കാൻ തുടങ്ങിയിട്ട്. ശ്രീലങ്കയിലെ വംശീയ കലാപത്തെ തുടർന്ന് ശ്രീലങ്കയിൽ നിന്നും 1981 റാണിയും സെൽവരാജും അടങ്ങുന്ന 80 കുടുംബങ്ങൾ രാമേശ്വരത്തിലേക്ക് കുടിയേറിയത്. അന്ന് ഇനിയുള്ള ജീവിതം എങ്ങനെയാകുമെന്നായിരുന്നു ഇവർക്ക് മുൻപിലെ ചോദ്യം. ജീവിതം കരമുട്ടിക്കാൻ റാണിയും സെൽവരാജും ചെയ്യാത്ത ജോലികളില്ല. ഒടുവിൽ തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ്
രാമേശ്വരത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിയത്. കറ്റാർവാഴ വിൽപ്പനയായിരുന്നു ആദ്യ ജോലി. തുടക്കകാലത്ത് ലാഭകരമായിരുന്ന കച്ചവടം പിന്നീട് വാങ്ങാൻ ആളില്ലാതെ വന്നതോടെ നഷ്ടക്കച്ചവടമായി. ഇതിനിടയിലെത്തിയ കോവിഡും അതിനിടെ സെൽവന് സംഭവിച്ച വാഹനാപകടവും ഇവരുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി. ഇവിടെ വന്നിട്ട് ഇവിടെ പൂവിട്ടിട്ട് ഇപ്പോൾ 12 വർഷമായി നിൽക്കുന്നു അല്ലേ? ഫാമിലി ആയിട്ടാണോ വന്നിട്ടുള്ളത്? ഹസ്ബൻഡിനാണ്. ഹസ്ബൻഡ് എന്താ ചെയ്യണത്? ഹസ്ബൻഡുക്ക് കൈകാൽ ഊണം. ഹസ്ബൻഡ് കൂടിയേ தான் வச்சிருக்கு. അപകടത്തിൽ സെൽവരാജിന്റെ കൈക്കും കാലിനും സ്വാധീനം കുറഞ്ഞതോടെ മുന്നോട്ടുള്ള ജീവിതം പ്രതിസന്ധിയിലുമായി. എന്നാൽ തോറ്റുകൊടുക്കാൻ റാണി തയ്യാറായില്ല. അങ്ങനെയാണ് പൂക്കച്ചവടം തുടങ്ങാൻ തീരുമാനിക്കുന്നത്. കുന്നംകുളം നഗരമധ്യത്തിൽ കച്ചവടം ആരംഭിച്ചു. റോസാപ്പൂക്കളാണ് പ്രധാനമായും ഇവിടെ വിൽപ്പന. ബംഗളൂരുവിൽ നിന്ന് ഇരുവരും നേരിട്ട് പോയാണ് ചെടികൾ തിരഞ്ഞെടുക്കുക. വ്യത്യസ്ത ഇനം ചെടികൾ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട്. ബാംഗ്ലൂരിലിருந்து സാധനം എടുത്തിട്ട് വരും. 3 ദിവസം ആവും പോയിട്ട് വരാൻ. ഇവിടെ സാധനം കച്ചവടം ഇവിടെ താമസം എവിടെയും പോകില്ല. അപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് 3 ദിവസം എടുക്കുന്നത്. ചേച്ചിയും ഹസ്ബൻഡും കൂടി പോയിട്ടാണോ പൂക്കളൊക്കെ സെലക്ട് ചെയ്യുക? ഹസ്ബൻഡ് കൂടെ കൂട്ടി പോകും. തനിയെ പോയിട്ട് വര മുടിയാത്. 3 ദിവസം ആവും പോയിട്ട് വര. തനിയെ പോയിട്ട് വര മുടിയാത്. രാമേശ്വരം ചെണ്ടുമല്ലി, പലയിനം പനിനീർ പൂക്കൾ, ഡേസികൾ എന്നിങ്ങനെ പലയിനം പൂച്ചെടികൾ റാണിയുടെ പക്കലുണ്ട്. രാവിലെ 8 മണി മുതൽ വിൽക്കാൻ വച്ചിരിക്കുന്ന ചെടികൾ തീരുന്നതുവരെ റാണി കച്ചവടം തുടരും. ഞായറാഴ്ച ഒഴികെ ആഴ്ചയിൽ എല്ലാ ദിവസവും റാണി പൂച്ചെടിയുമായി കുന്നംകുളം നഗരമധ്യത്തിലുണ്ടാകും. മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന പൂച്ചെടികൾ വളരെ തുച്ഛമായ വിലയിലാണ് റാണി വിൽക്കുന്നത്. ആഹാരമായും വസ്ത്രമായും പലരിൽ നിന്നുമുള്ള സ്നേഹവായ്പകളും മുന്നോട്ടു പോകാനുള്ള കരുത്ത് നൽകുന്നുണ്ടെന്ന് റാണി പറയുന്നു. ഇവിടെ ரொம்ப கஷ்ட சூழ்நிலை வந்தது. அது தமிழ்நாட்டிலிருந்து കേരളാവുക്ക് പൊളിக்கிறதுக்கு தான் വന്നത്. പഴയ ബസ് സ്റ്റാൻഡിലെ വരാന്തയാണ് റാണിക്കും സെൽവരാജിനും കിടപ്പാടം. ജീവിതത്തിന്റെ കനൽച്ചൂട് പൊള്ളലേൽപ്പിക്കുമ്പോഴും തണലായത് ഈ നാടും നാട്ടുകാരുടെ സ്നേഹവുമെന്നാണ് റാണിയുടെ പക്ഷം. எந்த குழப்பமும் இல்லை. யாராலையும் எந்த பிரச்சனையும் இல்லை. ഇവിടെ பஸ் ஸ்டாண்ட்லேயே தான் இருக்கேன். ஆணாக இருந்தாலும் பெண்ணாக இருந்தாலும் அதிகாரியாக இருந்தாலும் எந்த டிஸ்டர்பும் இல்லாமல் தான் இருக்கும். சாப்பாடு எல்லாருக்கும் கொடுக்குற போல் எப்போனா சாப்பாடு இலவசமாக கொடுப்பாங்க, ட்ரெஸ்ஸு கொண்டு வந்து கொடுப்பாங்க, எல்லாம் உதவி பண்ணுவாங்க. எந்த குழப்பமும் இல்லை. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം നടത്തിയ പരിശോധനയിൽ ബയോമെഡിക്കൽ മാലിന്യം ചാക്കിൽ കെട്ടി റോഡരികിൽ വലിച്ചെറിഞ്ഞതായി കണ്ടെത്തി. മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. മെഡിക്കൽ ഓഫീസറും പൊതുജനാരോഗ്യ വിഭാഗം മേധാവിയുമായ ഡോക്ടർ കെ പി ചിന്തയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. കണ്ടാണശ്ശേരി 15-ാം വാർഡിലെ ശങ്കരംകുളം ആട്ടയൂർ റോഡിൽ വാർഡിലെ വീട്ടിലെ ഒരു സ്ഥിരം രോഗി ഉപയോഗിച്ചിരുന്ന മരുന്നുകളും ഇൻസുലിൻ കുത്തിവെച്ച ഉപയോഗശൂന്യമായ സിറിഞ്ചും സൂചികളുമാണെന്ന് പൊതുനിരത്തിൽ വലിച്ചെറിഞ്ഞിട്ടുള്ളതെന്ന് കണ്ടെത്തി. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് അറിയിച്ചു. പിഴയും ഈടാക്കും. പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യത്തിൽ നടന്ന പരിശോധനയ്ക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്സി, VL ബിജു, TS ശരത്ത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജസ്ന ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടപ്പുര സമർപ്പിച്ചു. ക്ഷേത്രത്തിന് മുന്നിൽ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്കുഭാഗത്തായി നിർമ്മിച്ച നടപ്പുരയുടെ സമർപ്പണം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. 16,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 60 ലക്ഷം രൂപ ചെലവിൽ നടപ്പുര നിർമ്മിച്ചു വഴിപാടായി സമർപ്പിച്ചത് തമിഴ്നാട് കുംഭകോണം ഗുരുവായൂരപ്പൻ ഭക്തസേവാ സംഘമാണ്. 35 വർഷമായി എല്ലാ ഓഗസ്റ്റ് 8-നും ഭക്തസംഘത്തിന്റെ വകയായി വൻ തുകയുടെ വഴിപാടുകൾ ഗുരുവായൂരിൽ നടത്താറുണ്ട്. ഭക്തർക്ക് വിശ്രമിക്കാനും വരി നിൽക്കാനും പുതിയ നടപ്പന്തൽ തണലാകും. ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, എഞ്ചിനീയർമാരായ MV രാജൻ, MK അശോക് കുമാർ, VB സാബു, EK നാരായണൻ, ഉണ്ണി, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പ്രമോദ് കളരിക്കൽ, M രാധ, കുംഭകോണം ട്രസ്റ്റ് മേധാവി മണി ചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി.
ഗുരുവായൂർ ക്ഷേത്രമുറ്റത്ത് ആനകളുടെ വിവിധ ഭാവങ്ങൾ ക്യാൻവാസിൽ പകർത്താനെത്തിയത് 2000-ഓളം കുരുന്നുകൾ. ലോക ഗജ ദിനത്തോടനുബന്ധിച്ച് മാതൃഭൂമിയും ഗുരുവായൂർ ദേവസ്വവും ചേർന്ന് നടത്തിയ ആനവര മത്സരത്തിൽ 2000-ഓളം കുട്ടികളാണ് പങ്കെടുത്തത്. തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി.കെ. വിജയൻ ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി പത്രാധിപൻ മനോജ് കെ ദാസ് അധ്യക്ഷനായി. കളക്ടർ അർജുൻ പാണ്ഡ്യനും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം. കൃഷ്ണദാസും മുഖ്യാതിഥികളായി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ജഗദിന സന്ദേശം നൽകി. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗങ്ങളായ സി. മനോജ്, KP വിശ്വനാഥൻ, മനോജ് B. നായർ, ആനവര കോർഡിനേറ്റർ KU കൃഷ്ണകുമാർ, മാതൃഭൂമി പബ്ലിക്കേഷൻ ജനറൽ മാനേജർ KR പ്രമോദ്, സീനിയർ ന്യൂസ് എഡിറ്റർ MK കൃഷ്ണകുമാർ, ദേവസ്വം പബ്ലിക്കേഷൻ മാനേജർ KG സുരേഷ്, PRO വിമൽ ജി നാഥ്, ദേവസ്വം കലാനിലയം സൂപ്രണ്ട് മുരളി പുറനാട്ടുകര എന്നിവർ സംസാരിച്ചു. കളമെഴുത്ത് ആശാൻ മണികണ്ഠൻ കല്ലാറ്റിന്റെ ആനക്കളവുമുണ്ടായി. കുട്ടികളുടെ ആനവരയ്ക്ക് ശേഷം മുതിർന്ന കലാകാരന്മാരായ KU കൃഷ്ണകുമാർ, M. നളിൻ ബാബു, MB ലതാദേവി, ഗിരീഷ് മക്രേരി, TV ഗിരീഷ് എന്നിവരുടെ തത്സമയ വരെയുമുണ്ടായി. 4 കൗണ്ടറുകളിലായിട്ടായിരുന്നു രജിസ്ട്രേഷൻ. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ 1400 കുട്ടികളും 600ഓളം കുട്ടികൾ വെള്ളിയാഴ്ച സമർപ്പണം നടന്ന പുതിയ നടപ്പന്തലിലുമിരുന്ന് വരച്ചു. മുഴുവൻ മത്സരാർത്ഥികൾക്കും ഗുരുവായൂരപ്പന്റെ വിശേഷ നിവേദ്യമായ ഉണ്ണിയപ്പം നൽകി. കൂടാതെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു. സെപ്റ്റംബർ 15-ന് വിജയികളെ പ്രഖ്യാപിക്കും. 27-ന് ഇതേ വേദിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഗുരുവായൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുമ്പിലാവ് പോവൂർ ചൂണ്ടലാത്ത് പരേതനായ നാരായണന്റെ മകൻ 44 വയസ്സുള്ള ദിലീപാണ് മരിച്ചത്. ഗുരുവായൂർ SBI സെക്യൂരിറ്റി ജീവനക്കാരനാണ്. നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് നടപടികൾ സ്വീകരിച്ചു. ഭാരതിയാണ് മാതാവ്, ശ്യാമ ഭാര്യയും ഹൻസിക മകളുമാണ്. കാട്ടക്കമ്പൽ പഞ്ചായത്ത് കുടുംബശ്രീയും ജില്ലാ മിഷനും ചേർന്ന് അന്നപൂർണ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് എന്ന പേരിൽ പുതിയ പഞ്ചായത്തിൽ സംരംഭം ആരംഭിച്ചു. ഭക്ഷ്യാവശ്യത്തിനായി ഉപയോഗിക്കുന്ന പൊടികളുടെ ഉൽപ്പാദനവും വിപണനവുമാണ് പഞ്ചായത്തിൽ ആരംഭിച്ച കുടുംബശ്രീ സംരംഭത്തിന്റെ ലക്ഷ്യം. അന്നപൂർണ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തൊഴിൽ മേഖലയിലും സമൂഹത്തിന്റെ ഉന്നമനത്തിനുമായുള്ള കുടുംബശ്രീയുടെ പദ്ധതികൾ മാതൃകയാണെന്ന് MLA പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ഡോക്ടർ U സലീൽ എന്നിവർ മുഖ്യാതിഥികളായി. DPM KN ദീപ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ സുഗതൻ, മിന്റോ റെനി, ബിന്ദു മനോഹരൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് CDS ചെയർപേഴ്സൺ CK സുജാത സ്വാഗതവും മെമ്പർ സെക്രട്ടറി AK സുജ നന്ദിയും പറഞ്ഞു. കൃഷി മാത്രമല്ല, മുമ്പ് കൃഷി നല്ലപോലെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു സ്വല്പം പുറകോട്ട് പോയിട്ടുണ്ടെന്ന സംശയം എനിക്കുണ്ട്. അതുപോലെ മറ്റു സംരംഭങ്ങളും ഓണക്കാലത്തെ കച്ചവടം മാത്രമല്ലല്ലോ, IT സംരംഭങ്ങൾ വരെ നടത്തുന്ന കുടുംബശ്രീ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവരുണ്ട്, നല്ല ഹോട്ടലുകൾ നടത്തുന്നവരുണ്ട്. കുടുംബശ്രീ കഫേ കേരളത്തിൽ അറിയപ്പെടുന്ന സാധനങ്ങളിലൊന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഏത് മേഖല എടുത്തു നോക്കിയാലും താല്പര്യമുള്ളവർക്കൊരു സംരംഭം ആരംഭിക്കാൻ കുടുംബശ്രീ മിഷൻ്റെ സഹായമുണ്ട്. വായ്പയുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ വ്യവസായ വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. എളവള്ളിയിൽ ഊത്ത മത്സ്യ സംരക്ഷണ പദ്ധതിക്ക് തുടക്കമായി. നാടൻ മത്സ്യ സംരക്ഷണം ലക്ഷ്യം വെച്ചാണ് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഊത്ത മത്സ്യ സംരക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ ഡോക്ടർ JS മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. തൃശൂർ ഫിഷറീസ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ P. അബ്ദുൾ മജീദ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി. ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ, ജൈവ വൈവിധ്യ പരിപാലന സമിതി കൺവീനർ CT ജാൻസി, ജൈവ വൈവിധ്യ പരിപാലന സമിതി അംഗങ്ങളായ ആഷിഖ് വലിയകത്ത്, KP രാജു, സരസ്വതി അജയൻ, KA പ്രേമൻ, MG പ്രശാന്തി എന്നിവർ സംസാരിച്ചു. ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2 ലക്ഷം രൂപയാണ് ബോർഡ് പദ്ധതിക്കായി പഞ്ചായത്തിന് കൈമാറിയത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ മത്സ്യങ്ങളെ സംഭരിച്ച് പ്രജനനത്തിനായി പഞ്ചായത്ത് കുളങ്ങളിൽ നിക്ഷേപിക്കും. പ്രജനനത്തിനു ശേഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൾച്ചാലുകളിലും മറ്റു കുളങ്ങളിലും പുഴകളിലും ഒഴുക്കിവിടും. ഇന്ദ്രാഞ്ചിറ, ആലിക്കൽക്കുളം, കാക്കശ്ശേരി ലക്ഷംവീട് കുളം, ബ്രഹ്മക്കുളം ലക്ഷംവീട് കുളം, പുതുനഗർ കുളം എന്നിവിടങ്ങളിലാണ് പ്രജനനത്തിനായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്.
ഈ കുളങ്ങളിൽ മത്സ്യം പിടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. കല്ലുത്തി, വരാൽ എന്നിവയുടെ പ്രജനനത്തിന് പാകമായ മത്സ്യങ്ങളെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. കൂടാതെ വംശനാശ ഭീഷണി നേരിട്ട മുഷി എന്ന വിഭാഗം മത്സ്യവും നിക്ഷേപിച്ചിട്ടുണ്ട്. കാടങ്ങോട് മത്സ്യകന്യക ഗ്രൂപ്പാണ് മത്സ്യം വിതരണം ചെയ്യുന്നത്. കേരളത്തിൽ 5 പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. സെമിനാറിന് തൃശൂർ ഉൾനാടൻ ഫിഷറീസ് അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ യു ഷാൻ നേതൃത്വം നൽകി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ ആരംഭിച്ചു. വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ പരിശീലനവും നൽകുന്നതിനായി ആരംഭിച്ച ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ KT ഷാജൻ മാസ്റ്റർ, VHSC പ്രിൻസിപ്പാൾ ജനീർ ലാൽ, ചൊവ്വന്നൂർ BRC BPC അനീഷ് ലോറൻസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് മേഴ്സി രാജു എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ വെങ്കിട്ടമൂർത്തി ചടങ്ങിന് സ്വാഗതവും വർക്ക് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ അധ്യാപിക TS ശരണ്യ നന്ദിയും പറഞ്ഞു. പുന്നീർകുളം രാമരാജ സ്കൂൾ കലോത്സവം ചിത്രകാരൻ ഗിരീശൻ ഭട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിനുകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ TP ഉണ്ണി, വിനോദിനിയമ്മ, ട്രസ്റ്റ് സെക്രട്ടറി KM പ്രകാശൻ, SSG കൺവീനർ P രാമദാസ്, മദർ PTA പ്രസിഡന്റ് ഷബ്ന, വൈസ് പ്രസിഡന്റ് സൽമ, PTA വൈസ് പ്രസിഡന്റ് ഫൈസൽ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ഗിരീശൻ ഭട്ടതിരിപ്പാടിന്റെ ചിത്രകലാ പ്രദർശനവും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയേകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ നിലപാടിൽ പ്രതിഷേധിച്ച് CPIM തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പാലാ ബസാറിൽ നടന്ന യോഗം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. KS പുഷ്പാകരൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി CJ ബേബി, CK സദാനന്ദൻ, TE ജെയിംസ്, MP കബീർ, MB പ്രസാദ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായ യോഗത്തിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരം നിഷ സാരംഗ് കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC, PTA പ്രസിഡന്റ് PK ഷമീർ, ബിംസ് പ്രിൻസിപ്പാൾ ഡോക്ടർ CL ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ലീഡർ ജുവിൻ ബിജു സ്വാഗതവും അസിസ്റ്റന്റ് ലീഡർ ഐദിൻ അബൂബക്കർ നന്ദിയും പറഞ്ഞു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവത്തിന് തുടക്കമായി. സ്പെക്ട്രം സാഗ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച യുവജനോത്സവം സിനിമാ സീരിയൽ താരം നിഷ സാരംഗ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലെ പ്രതിഭകളെ കണ്ടെത്താനും അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനും യുവജനോത്സവങ്ങൾ വേദിയൊരുക്കുന്നത് വളരെ പ്രയോജനകരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ നിഷ സാരംഗ് അഭിപ്രായപ്പെട്ടു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, PTA പ്രസിഡന്റ് കേശവദാസ്, അധ്യാപകരായ P ബിന്ദു, ലിഷ ലോനപ്പൻ, സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷഫീഖ്, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡർ ഹനാഷ് നൌഫൽ എന്നിവർ സംസാരിച്ചു. അഗതിയൂർ DVM LP സ്കൂളിലെ കുട്ടി വിദ്യാർത്ഥി നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് ആവേശകരമായി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനം നിറപുഞ്ചിരി ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 10 ഞായറാഴ്ച പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് സ്മാരക ധ്യാന മന്ദിരത്തിൽ നടക്കുന്ന ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ശ്വാസകോശ രോഗ വിഭാഗം, ഗൈനക്കോളജി, ക്യാൻസർ രോഗം, ഡയറ്റീഷ്യൻ, ENT, ശിശുരോഗം, എല്ലുരോഗം തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ പരിശോധന ലഭ്യമാകും. ആർത്താറ്റ് സെന്റ് മേരീസ് യുവജന പ്രസ്ഥാനത്തിൻ്റെയും മലങ്കര മെഡിക്കൽ മിഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആർത്താറ്റ് പള്ളിയിൽ വെച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് മലങ്കര മെഡിക്കൽ മിഷനും കൂടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുള്ള സൗകര്യവും മാമോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യവും മിതമായ നിരക്കിൽ, സാധാരണ മാമോഗ്രാഫി ചെയ്യുന്ന സംഖ്യയിൽ വളരെ കുറഞ്ഞ നിരക്കിൽ ചെയ്യാനുള്ള സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിരുന്നു.
എടക്കഴിയൂർ RPMM UP സ്കൂളിൽ വിദ്യാർത്ഥികൾ ഹിരോഷിമ ദിനം ആചരിച്ചു. പ്ലക്കാർഡുകളുമായി വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ റാലി നടത്തി. PTA പ്രസിഡന്റ് അബ്ദുൾ സലീമിന്റെ സാന്നിധ്യത്തിൽ പ്രധാനാധ്യാപിക KT സബന സമാധാനത്തിന്റെ ചിഹ്നമായ വെള്ളരിപ്രാവിനെ പറത്തിക്കൊണ്ട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പ്രസംഗ മത്സരവും സംഘഗാനവും യുദ്ധവിരുദ്ധ നൃത്തവും സംഘടിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് സുമയ്യ, മദർ PTA ലൈല നാസർ, അധ്യാപകരായ വിജോ, നജീബ്, റെയ്ഹാനത്ത്, ലിൻഡ എന്നിവർ നേതൃത്വം നൽകി. മരത്തങ്കോട് മാർ പിലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂളിൽ ഹരിത മിഷന്റെയും പരിസ്ഥിതി ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ചങ്ങാതിക്കൊരുത്തായി പദ്ധതി സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ ഫാദർ സജി കുളങ്ങാട്ടിൽ കുട്ടികളോടൊത്ത് ചെടി നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെല്ലാവരും വീട്ടിൽ നിന്നും കൂട്ടുകാർക്കായി കൊണ്ടുവന്ന തൈകൾ പരസ്പരം കൈമാറി. പരിസ്ഥിതി ക്ലബ് കൺവീനർമാരായ ES ലീന, ജീന ജോൺ, സോന ജോസ്, മറ്റ് അധ്യാപികരായ സീനത്ത്, സ്നേഹ, സ്റ്റെഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂറ്റനാട് സപ്തതരംഗ തിയേറ്ററിൽ 3ാം വാരത്തിലും വിജയകരമായി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ജഗള മൂവി കാണാൻ കപ്പൂർ ശ്രീ വ്യാസ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തിയേറ്ററിലെത്തി. ലവ് FM എന്ന സിനിമയ്ക്ക് ശേഷം മലബാർ കലാപം പ്രമേയമാക്കി ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത സിനിമയാണ് ജഗള. 1921 നടന്ന മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അക്കാലത്ത് എറനാട്ടുകാർ അനുഭവിച്ച വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും നേർക്കാഴ്ചകളായി ചിത്രീകരിച്ച വിശപ്പിന് മുന്നിൽ ആത്മാർത്ഥ പ്രണയം തിരസ്കരിക്കേണ്ടിവന്ന പച്ചയായ ഒരു മനുഷ്യന്റെ ജീവിതകഥ പ്രമേയമാക്കി പുറത്തിറങ്ങിയ ജഗള 3ാം വാരത്തിലും വിജയകരമായി പ്രദർശനം തുടരുകയാണ്. കളരിക്കൽ ഫിലിംസിന്റെ ബാനറിൽ സജിത് പണിക്കർ, മനോജ് പണിക്കർ, ജിതേഷ് പണിക്കർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മറീന മൈക്കിൾ, സന്തോഷ് കീഴാറ്റൂർ, പുതുമുഖം മുരളി റാം, സുനിൽ സുഗത, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ലത്തീഫ് കുറ്റിപ്പുറം, അപ്പുണ്ണി ശശി, രമാദേവി കോഴിക്കോട്, പാർത്ഥസാരഥി, അഞ്ജു അരവിന്ദ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. OM കരുവാരക്കുണ്ടിന്റെ രചനയിൽ മിഥുൻ മലയാള സംഗീതം നൽകി സിതാര കൃഷ്ണകുമാർ, അഭിജിത്ത് കൊല്ലം എന്നിവരാലപിച്ച ഗാനങ്ങളും ഇതിലുണ്ട്. കഥയും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് ശ്രീദേവ് കപൂരും മുരളീറാമും ചേർന്നാണ്. പറഞ്ഞു കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ സംഭവ വികാസങ്ങളുടെ പുനരാവിഷ്കാരം പ്രേക്ഷകരെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. 1921 നടന്ന മലബാർ കലാപത്തെ ബേസിട്ടാണ് ഈ മൂവിയുള്ളത്. ഇത് ഞങ്ങൾക്ക് ചാപ്റ്ററായിട്ട് പഠിക്കാണ്ടായിരുന്നു. ലാൻഡ് ലോഡ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ്റെയും കാരണമാണ് ഇത് നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാരുടെ ഗുഡ്സ് പുറത്താക്കുകയും അത് മാത്രമല്ലാതെ മുസ്ലിംസിനും ഹിന്ദുക്കളെയും സ്പ്ലിറ്റ് ചെയ്ത് ഒക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. 1921 നടന്ന മലബാർ ലഹളയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ ആ ആൾക്കാർ അനുഭവിച്ച ഫീലിങ്സും അവരുടെ വിശപ്പിനെ കുറിച്ചൊക്കെ മനസ്സിലായി. അപ്പോൾ നടന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. വിഷം കലർന്നതാണെന്നറിയാതെ ആർത്തിയോടെ കഞ്ഞിവാരി കുടിക്കുന്ന രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണെങ്കിലും പ്രേക്ഷക മനസ്സുകളിൽ കഥ ആരംഭിക്കുന്നത് അവിടെ നിന്നാണെന്ന അനുഭൂതി കൊണ്ടുവരാൻ അണിയറ പ്രവർത്തകർക്കായത് ഈ ചിത്രത്തിന്റെ വിജയമാണ്. ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീദേവ് കപൂരും നിർമ്മാതാവ് സജിത് പണിക്കരും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ C രാജഗോപാൽ പള്ളിപ്പുറവും കുട്ടികളോടൊപ്പം സിനിമ കാണാനെത്തിയിരുന്നു. കാനെ ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ 70mm സിനിമയായ ഷോലയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി സിനിമയുടെ പ്രത്യേക പ്രദർശനം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 10 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ചങ്ങരംകുളം മാൾസ് സിനിമാസിലാണ് പ്രദർശനം. 1975 ആഗസ്റ്റ് 15 സിനിമയുടെ പ്രദർശനം ആരംഭിച്ചത്. ഹോളിവുഡ് സിനിമകളുടെ മാതൃകയിൽ ആവിഷ്കരിക്കപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ഷോലെ. BBC ഇന്ത്യ 1999 നടത്തിയ സർവേയിൽ മില്ലേനിയം സിനിമയായി ഷോലെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഞായറാഴ്ച നടക്കുന്ന സിനിമാ പ്രദർശനം സൗജന്യമാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9420 രൂപ, പവന് 75,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചരമം കാട്ടകമ്പൽ രാമപുരം കണ്ടംപുള്ളി പരേതനായ കുമാരൻ ഭാര്യ മാധവി നിര്യാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ജയദേവൻ, സുരേഷ്, വത്സൻ, സുബിത, ജയശ്രീ എന്നിവർ മക്കളാണ്. മറ്റം ചിറമൽ പരേതനായ ജോർജ് ഭാര്യ റോസിലി നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം സെന്റ് തോമസ് ഫൊറോന സെമിത്തേരിയിൽ നടന്നു. ജോസ്, ജാൻസി, ജോളി, ജോയ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിയിടത്തിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ചു. തെക്കേക്കര മാളിയേക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ 48 വയസ്സുള്ള ജൂലിയാണ് ഷോക്കേറ്റ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്കേറ്റെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കേച്ചേരിയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി കൊമ്പന്റെ അനുസരണക്കേട്. എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദ് എന്ന കൊമ്പനാണ് അനുസരണക്കേട് കാട്ടി ആശങ്ക സൃഷ്ടിച്ചത്. എരുമപ്പെട്ടി മങ്ങാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ ആയുർവേദ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.